ഹലോ ഹായ് ഇറ്റ്സ് മീ മിസ്റ്റർ ക്രിയേറ്റർ ആൻഡ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് കസ്റ്റമർ സൈക്കോളജി. അപ്പോൾ ഇത് നമ്മുടെ പുതിയ സീരീസാണ്. ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് കവർ ചെയ്യാൻ പോകുന്നത് കസ്റ്റമർ സൈക്കോളജി എന്താണെന്നും അത് നമ്മുടെ ബിസിനസ്സിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടെന്നും ആ ഒരു സാധനത്തിൻ്റെ എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങളുമായിരിക്കും ഇതിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റിനെ വെച്ചിട്ടായിരിക്കും ഈ ഒരു സീരീസ് മൊത്തം കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് റബിയു പാറയ്ക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് സ്ട്രാറ്റജീസ് അതേപോലെ തന്നെ കസ്റ്റമർ സൈക്കോളജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള റബിയു പാറയ്ക്കലാണ് നമ്മുടെ ഗസ്റ്റ്. അപ്പം നേരിട്ട് നമുക്ക് റബിയു പാറയ്ക്കലിലേക്ക് പോകാം. ഹായ്, ഞാൻ റബിയു പാറയ്ക്കൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമർ സൈക്കോളജിയിലാണ് ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്യുന്നതും പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ. ഞാൻ B2B ബിസിനസ്സുകളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മളെ ക്ലയൻസ് ശരിക്കും ബിസിനസ് ഓണേഴ്സാണ്. അപ്പോൾ ബിസിനസ്സിൽ ശരിക്കും കുറേ ടോപ്പിക്കുകളുള്ളതിൽ ഏറ്റവും അൺറൈറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഏരിയയാണ് ശരിക്കും കസ്റ്റമർ സൈക്കോളജി എന്നുള്ളത്. അൺറൈറ്റഡ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അത്രയും ബിസിനസ്സിൽ ഗുണം ചെയ്യുന്ന ഒരു മേഖലയായിട്ട് പോലും വളരെ കുറച്ച് മാത്രമേ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു മേഖലയിലാണ് ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് റബിയു പാറയ്ക്കൽ നമ്മുടെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പിക് കവർ ചെയ്യാൻ വന്നത് ഏറ്റവും നല്ല സന്തോഷം എനിക്കുണ്ട്, അതുപോലെ തന്നെ റബിയുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് വീഡിയോ എന്നുള്ള കാര്യത്തിൽ ഈ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എന്താണ് കസ്റ്റമർ സൈക്കോളജി ആൻഡ് എന്തിനാണ് കസ്റ്റമർ സൈക്കോളജി? എന്തിനാണ് കസ്റ്റമർ സൈക്കോളജി എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യനാണ്. ശരിക്കും അത് ഞാനൊരു കഥ രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കൃത്യമായിട്ട് അതൊരു കണക്ഷൻ കിട്ടും. കസ്റ്റമർ സൈക്കോളജി എന്ന് പറയുമ്പോൾ അതിലുള്ള വാക്ക് എന്താ? ഒന്ന് കസ്റ്റമറാണ്, രണ്ട് സൈക്കോളജി ആണല്ലോ. അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ബ്രെയിൻ ആണ്. അതായത് സ്റ്റോറി വരുന്നത് വെച്ചാൽ 2004 സംഭവിക്കുന്നത്. 2004 ജെമ്മ കാൽവേർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ, ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് ആണ്. ആളൊരു എക്സ്പെരിമെൻറ്റ് നടത്താൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ എക്സ്പെരിമെൻറ്റിന് വേണ്ടത് ശരിക്കും സ്മോക്കേഴ്സിനാണ്, പുകവലിക്കുന്ന ആൾക്കാരെ. അങ്ങനെ വേൾഡിൻ്റെ പല ഭാഗത്തിൽ നിന്നിട്ട് ആൾക്കാരെ കളക്ട് ചെയ്യും. ഓരോ കോണ്ടിനെൻറ്റിൽ നിന്നൊക്കെ എന്തുണ്ടോ പല ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സിലുള്ള ഡിഫറെൻറ്റ് രാജ്യങ്ങളിലുള്ള സ്മോക്കേഴ്സിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെരിമെൻറ്റിൽ ചെക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബ്രെയിനിനെ കുറിച്ചാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് ഇവർക്ക് പറയാനുള്ളതാണോ ഇവർക്ക് ഇവരുടെ ബ്രെയിനിന് പറയാനുള്ളത് എന്നുള്ളതാണ് സിംപ്ലി ടെസ്റ്റിംഗ്. അങ്ങനെ ഇവരെ ഓരോരുത്തരെ പല രീതിയിലുള്ള ടെസ്റ്റിങ്ങിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ എല്ലാ സിഗരറ്റ് പാക്കുമ്പിലും എന്തുണ്ടാവും? ഒരു വാർണിംഗ് സൈൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മളെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അല്ലേ, നിർമ്മലല്ലായിരുന്നു, ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര വൾഗറായിട്ടുള്ള ഇമേജസ് ഒക്കെ. അതായത് വൾഗർ മീൻസ് ഇൻ ദ സെൻസ് ഭയങ്കര എന്താ പറയുക, നമുക്ക് കുറേ നേരം ഒരു 5 സെക്കൻഡ് പോലും നമുക്ക് കഴിയുമ്പോൾ നോക്കിയിരിക്കാൻ തോന്നില്ല. അത്രക്കും നമുക്കൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള പല സാധനങ്ങളുണ്ടാവും അല്ലേ, പലതും ഉണ്ട്. ഇപ്പോൾ മറ്റേ ഏതൊരു സിനിമയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്യാൻസറിൻ്റെ അല്ല മറ്റേ പ്രശ്നത്തിൻ്റെ വേണ്ട, സെക്ഷൽ പ്രശ്നത്തിന് വേണ്ട, ക്യാൻസറിൻ്റെ സിഗരറ്റ് മതി പറഞ്ഞിട്ടൊരു കോമഡി ഒക്കെ ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സിഗരറ്റിൻ്റെ പല ദൂഷ്യവശങ്ങൾ കാണിക്കുന്ന സയൻസുകളുള്ള പാക്കേജാണ് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡിലെ എല്ലാ സ്ഥലത്തും പല തരത്തിലാണ്, പല അളവിലായിരിക്കും. ചില സ്ഥലത്തൊക്കെ ജസ്റ്റ് ഇതേ ഉണ്ടാവുള്ളൂ അല്ലേ, ടാഗ് ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളവിടെയൊക്കെ കുറച്ചുകൂടെ കൂടുതൽ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കേജുമ്മിലുള്ള ഈ ഒരു സൈന്, ഈ ഒരു വാണിംഗ് സൈന് അല്ലെങ്കിൽ വാണിംഗ് ഇമേജ് കാണുന്ന സമയത്ത് ഈ പുകവലിക്കാരായിട്ടുള്ള ആളുകൾക്ക് പുകവലിനോടൊരു വെറുപ്പാണോ തോന്നാറുള്ളത്, ക്രൈവിംഗ് ആണോ തോന്നാറുള്ളത് മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ഫേസിൽ നടന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൽ എല്ലാവരും തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ കാണുന്ന സമയത്ത് ഒരു ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു മൂഡാണ് കിട്ടുക, അല്ലെങ്കിൽ പുകവലിക്കാനുള്ളൊരു മൂഡേ പോകും എന്നുള്ളൊരു സാധനമാണ് എല്ലാവരും തന്നെ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം FMRI ടെസ്റ്റ് നടത്തി. FMRI ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ MRI എന്ന് പറയും. നമ്മളുടെ ബ്രെയിനിൽ പല മേഖലകളുണ്ട്. ബ്രെയിനിൻ്റെ ബയോളജിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പാർട്ടുകൾ ബ്രെയിനിലുണ്ട്. നമുക്ക് പേടി വരുന്ന സമയത്ത് ആക്റ്റീവ് ആവുന്ന ഒരു പാർട്ടുണ്ട്, നമുക്ക് സന്തോഷം വരുന്ന സമയത്ത് ആക്റ്റീവ് ആവുന്ന ഭാഗങ്ങളുണ്ട്, സങ്കടം വരുമ്പോൾ ഇങ്ങനെ. ഇനി അതിൽ തന്നെ പേടിയിൽ തന്നെ പലതരത്തിലുള്ള പേടികളുണ്ടല്ലോ. നമ്മൾ കുറേ എന്താ പറയുക, മുന്നേ കുട്ടിക്കാലത്തെ പേടി, ഇപ്പോഴത്തെ പേടി, പെട്ടെന്നുള്ള പേടി, അങ്ങനെയൊക്കെ ഉണ്ട്. സന്തോഷത്തിൽ പല ടൈപ്പ് സന്തോഷങ്ങളുണ്ട്. നമുക്ക് ഫ്രണ്ട്സിനെ കാണുമ്പോൾ സന്തോഷം, നമ്മൾ ലവറിൻ്റെ കൂടെ നിൽക്കുമ്പോൾ വേറൊരു ടൈപ്പ് സന്തോഷമാണ്. അങ്ങനെ ഓരോ മേഖലക്കും ആക്റ്റീവ് ആവുന്ന ഓരോ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഈ ഏരിയാസ് മനസ്സിലാക്കാൻ, എവിടെയാണ് കൃത്യമായിട്ട് ആക്റ്റീവ് ആവണമെന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റാണ് ശരിക്കും FMRI ടെസ്റ്റ്. ഈ FMRI ടെസ്റ്റ് പറയുമ്പോൾ തലമുറയ്ക്ക് ഓരോ സാധനങ്ങൾ വെച്ചിട്ട് അവിടുത്തെ മൊമെൻറ്റ്സുകൾ എന്താ പറയുക ക്യാപ്ചർ ചെയ്തിട്ട്, അവിടുത്തെ പ്രവർത്തനങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് ഏത് ഏരിയയാണ് ആക്റ്റീവ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് വെച്ചിട്ട് ഈ പറഞ്ഞ ഇതേ ആൾക്കാരെ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഈ ഒരു പാക്കറ്റ്സ് അവരുടെ മുന്നിൽ കാണിക്കുന്ന സമയത്ത് ഇവരുടെ എന്താ പറയുക ഒരു ബ്രെയിനിൽ ആക്റ്റീവ് ആയത് എന്താ വെച്ചാൽ, ശരിക്കും ആക്റ്റീവ് ആവേണ്ടത് ഒരു എന്താ പറയുക ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യം കാണുന്ന സമയത്ത് ആക്റ്റീവ് ആവുന്ന പാർട്ടുകളാണല്ലോ. ഫിയർ ആയിട്ടുള്ള ഭാഗമായിരിക്കണം ആക്റ്റീവ് ആവേണ്ടത്. അതായത് പേടി തോന്നിക്കണം. ഇറിറ്റേഷൻ ഒക്കെ ഉള്ള ഒരു സാധനം കാണുമ്പോൾ ഉള്ള പേടിയോ അല്ലെങ്കിൽ ഇറിറ്റേഷനോ അങ്ങനത്തെ ഒരു മേഖലയാണ് ശരിക്കും ആവേണ്ടത്.
പക്ഷേ അത്ഭുതകരം എന്ന് പറയട്ടെ, അത് കാണിക്കുന്ന സമയത്ത് അവിടെ ആക്റ്റീവായത് ക്രേവിങ് ഉണ്ടാക്കുന്ന ഭാഗങ്ങളാണ്. ബ്രെയിനിൽ കൃത്യമായിട്ട് ക്രേവിങ് ഉണ്ടാക്കുന്ന ഭാഗങ്ങൾ. നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബർഗറിൻ്റെ ഫോട്ടോ കാണുന്ന സമയത്ത് നമ്മളെ ബ്രെയിനിൽ എന്താണോ ആക്റ്റീവ് ആവുന്നത് അതേ സാധനമാണ് എന്ത് ചെയ്യുന്നത്, ഈ സൈന് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ ലങ്സൊക്കെ ഇങ്ങനെയൊക്കെ അസുഖം പിടിച്ച ലങ്സ് കാണിക്കുന്ന ഫോട്ടോ കാണുന്ന സമയത്ത് ഇവിടെ ആക്റ്റീവ് ആകുന്നത് ആക്ച്വലി ക്രേവിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരൊറ്റ ടെസ്റ്റ് മാത്രം മതി ഒരു കാര്യം മനസ്സിലാക്കാൻ. അതായത് നമുക്ക് പറയാനുള്ള കാര്യമല്ല നമ്മളെ ബ്രെയിനിന് പറയാനുള്ളത് എന്നുള്ളത്. നമുക്ക് തോന്നുകയാണ് ഇത് എനിക്ക് ഇഷ്ടമല്ല എന്ന്, പക്ഷേ ബ്രെയിനിന് അത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഒരു കാര്യം ആ ഒരു ഒറ്റ ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞതും നമ്മുടെ ബ്രെയിന് പറഞ്ഞത് രണ്ടാന്ന് പറഞ്ഞ ഈ ഒരു വ്യത്യാസത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും കസ്റ്റമർ സൈക്കോളജി. ഈ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ കസ്റ്റമർ സൈക്കോളജി, കസ്റ്റമേഴ്സിനൊപ്പം മനുഷ്യന്മാർക്കൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളൊരു ബിസിനസ് റൺ ചെയ്യണം, ഇനിയിപ്പോൾ അതൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് ആയിക്കോട്ടെ, ഇ കൊമേഴ്സ് ആയിക്കോട്ടെ, ഒരു ഫിസിക്കൽ സ്റ്റോർ ആയിക്കോട്ടെ, എവിടെയും കോമൺ ആയിട്ടുള്ള ഒരൊറ്റ കാര്യമാണ് കസ്റ്റമേഴ്സ്. ഈ കസ്റ്റമേഴ്സിൻ്റെ ബ്രെയിനിലും എന്തുണ്ട്, കസ്റ്റമറിന് പറയാനുള്ള സംഗതിയല്ല കസ്റ്റമറിൻ്റെ ബ്രെയിനിന് പറയാനുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുക എന്നുള്ളത് ആവശ്യമാണെന്നുള്ളത് ഈ ഒരൊറ്റ എക്സ്പെരിമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണെന്ന് മനസ്സിലാക്കുന്നു വൈ കസ്റ്റമർ സൈക്കോളജി എന്നുള്ളത്. അതെ, കറക്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അതായത് ശരിയാണ്, നമുക്ക് ആലോചിച്ച് ശരിയാണ്. അതായത് നമ്മൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് കുറച്ച് ട്രോൾസിൽ, അതായത് നമ്മുടെ ഒരു സിനിമ തുടങ്ങുമ്പോൾ അതിന് തുടക്കത്തിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഒരു സെക്ഷൻ കാണുമ്പോൾ അവിടെ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ മനസ്സിലാവും, അവിടെ തന്നെ ഇരുന്ന് അതിന് മുമ്പിൽ ഇരുന്ന് വലിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിവ്യൂ പറഞ്ഞിട്ടുള്ളത് കറക്റ്റായിട്ട് മാച്ച് ആവണമെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കറക്റ്റ് ക്രേവിങ്സ് ആണ് കൂടുതൽ ഫോക്കസ് ആവണേ. കുറച്ചുകൂടി എന്താണ് വരേണ്ടത് ശരിക്കും എന്താണ്, ആ ഒരു വലിക്കാനുള്ള ഒരു ഇത് വലിക്കരുത് എന്നുള്ള ഒരു ഫീലാണ് വരേണ്ടത്. പറിച്ച് നമ്മളറിയാതെ നമ്മുടെ ബ്രെയിനിൽ ആക്റ്റീവ് ആവുന്നത് അത് വലിക്കണം എന്നുള്ള ആഗ്രഹം തോന്നിക്കുന്ന ഒരു ഭാഗമാണ് ബ്രെയിനിൽ ആക്റ്റീവ് ആവുന്നതാണ് നമുക്ക് ഇപ്പോൾ ക്ലിയർ ആയത് കറക്റ്റ് മനസ്സിലായത്. അതെ തീർച്ചയായിട്ടും. ഇതിലൊരു മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എല്ലാവരും ചോദിക്കും ഞാനിങ്ങനെ വീഡിയോ കിട്ടുന്ന സമയത്ത് ഇതൊക്കെ പഠിച്ചിട്ടാണോ പിന്നെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വലിയ ബിസിനസ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പൊതുവിൽ വരും. അപ്പൊ ഇതിങ്ങനെ കുറെ പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്തുണ്ട്, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മളെ കസ്റ്റമേഴ്സിന്റെ ബ്രെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സൈറ്റോ അല്ലെങ്കിൽ ഒരു ഇ കൊമേഴ്സ് സൈറ്റ് ഉണ്ടാക്കി വിചാരിക്കുക, അതിൽ കുറച്ച് സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ ബ്രെയിനിനേറ്റും എങ്ങനെയൊക്കെയോ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്തതിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും, അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. പക്ഷെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ റിസൾട്ടിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സിലാവുകയാണ്. ഇപ്പോൾ നമ്മൾ പേഴ്സണലി നോക്കുക, ഇന്ന കുറേ ആൾക്കാർക്ക് ഇഷ്ടമാണ്, ഇന്ന എന്തുകൊണ്ടാണ് ഇഷ്ടം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ആൾക്കാരെ എന്നെ ഇഷ്ടപ്പെടുത്താൻ പറ്റുമല്ലോ എന്ന് പറയുന്ന പോലെയാണ് ശരിക്ക്. അപ്പോൾ കസ്റ്റമർ സൈക്കോളജിയെ കുറിച്ച് കൂടുതൽ പഠിക്കുന്ന സമയത്ത് ഇത് കൂടുതൽ റിസൾട്ടിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും. ഇപ്പോൾ ഓരോ കേസിലുണ്ട്, ഇപ്പോൾ ഒരു ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പാക്കേജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ ചെയ്യണം, ഏതായിരിക്കും നല്ലതെന്നൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു ഉത്തരം ശരിക്കും കസ്റ്റമർ സൈക്കോളജി പഠിച്ചാൽ കിട്ടും. ഏത് ഡിസിഷനാണ് കസ്റ്റമേഴ്സിൻ്റെ സൈക്കോളജിക്ക് ബെറ്റർ ആവുന്നത് അതായിരിക്കും നമ്മൾ എടുക്കേണ്ടി വരിക. ലോഗോ ചൂസ് ചെയ്യുമ്പോൾ, കളർ ചൂസ് ചെയ്യുമ്പോൾ, ഫോണ്ട് ചൂസ് ചെയ്യുമ്പോൾ, പാക്കേജ് ഡിസൈനിൻ്റെ ടൈപ്പ് ചൂസ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ കോമൺ ആയിട്ട് വരുന്നൊരു സാധനം, അതിനുള്ള ചോദ്യം ശരിക്കും അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കേണ്ടത് ഡിസൈനറോടോ അല്ലെങ്കിൽ അപ്പുറത്തെ നമ്മളെ ഫ്രണ്ട്സിനോടോ ഒന്നല്ല, നമ്മളെ കസ്റ്റമേഴ്സിന് ബ്രെയിനിനോട് ചോദിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞൊരു സാഹിത്യപരമായിട്ടാണ് ബ്രെയിനോട് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ബ്രെയിനിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ ട്രിഗർ ചെയ്യിപ്പിക്കാൻ എന്താണ് ബെറ്റർ എന്നുള്ളൊരു അർത്ഥം കിട്ടും. നമ്മളോട് ചോദിക്കണേക്കാളും കൂടുതൽ ബ്രെയിനോട് ചോദിക്കണം. പക്ഷെ ബ്രെയിനോട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ശരിക്കും ബ്രെയിനോട് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയാ, പല തട്ടുകളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത് ഓരോ തട്ട് ബേസ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിൽ തന്നെ 3 പാർട്ട് ഉണ്ടെന്ന് പറയാം. 3 പാർട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമുക്ക് കോൺഷ്യസ് ബ്രെയിൻ ഉണ്ട്, സബ് കോൺഷ്യസ് ബ്രെയിൻ ഉണ്ട്, അൺകോൺഷ്യസ് ബ്രെയിൻ ഉണ്ട്. ഇതെല്ലാവരും അറിയുന്നുണ്ടാവും അല്ലേ. മറ്റേ ബോധമനസ്സ്, ഉപബോധ മനസ്സ്, മറ്റേ മണിച്ചിത്രത്തായാലൊക്കെ പറയുന്നുണ്ടല്ലോ അവരുടെ ഉപബോധ മനസ്സിനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വെറുതെ എന്താ പറയുക, ഒരു സാഹിത്യപരമായിട്ട് പറയണതല്ല. ശരിക്കും ബയോളജിക്കലി നമ്മുടെ ബ്രെയിന് ശരിക്കും 3 തട്ടുകളിലാണ് ഉള്ളത്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസും ഈ കസ്റ്റമേഴ്സൊക്കെ ഇപ്പോൾ പറഞ്ഞു ബ്രെയിനോട് എങ്ങനെ ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ പഠിക്കുക എന്നുള്ളതാണ് ഈ ഉത്തരം. ചോദിക്കുക എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഠനം ശരിക്കും ഈ 3 മേഖലനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും പഠിക്കേണ്ടത്. നമ്മൾ ബിസിനസ്സിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി ആണ് ബിസിനസ്സിനെ അനലൈസ് ചെയ്യുക. അതായത് എത്ര പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്, എത്ര റവന്യൂ ഉണ്ടാകുന്നുണ്ട്, എത്ര നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, എത്ര ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതൊരു ലെൻസാണ് ശരിക്കും. ഒരു ബിസിനസ് എത്രത്തോളം അടിപൊളിയായിട്ടാണ് പോകണമെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ലെൻസിലൂടെ നോക്കുക എന്നുള്ളതാണ്. എത്ര കച്ചവടം ഉണ്ട്, എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രത്തോളം അടിപൊളിയാണെന്ന് മനസ്സിലാവുക എന്ന് പറയുമല്ലോ. അതേപോലെ വേറൊരു ലെൻസാണ്, അല്ലെങ്കിൽ ആളുകൾ അധികം ഡിസ്കസ് ചെയ്യാത്തൊരു ലെൻസാണ് കസ്റ്റമർ സൈക്കോളജിൻ്റെ ലെൻസ്. നമ്മൾ ഇതേപോലെ ചോദിക്കേണ്ട ചോദ്യം, എൻ്റെ പ്രൊഡക്റ്റ് എത്രത്തോളം കസ്റ്റമേഴ്സിൻ്റെ സൈക്കോളജിനെ
കസ്റ്റമേഴ്സിനായിട്ടും മാച്ചിങ് ആണ്, എത്രത്തോളം എൻ്റെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ സോഷ്യൽ ഇൻഫ്ലുവൻസിനായിട്ട് മാച്ചിങ് ആണ്, എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസിനായിട്ട് ഫാക്ടേഴ്സിനായിട്ട് മാച്ചിങ് ആണ്. ഇങ്ങനെ നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, എത്രത്തോളം റവന്യൂ ഉണ്ടെന്നൊക്കെ. അതേപോലെ സൈക്കോളജിക്കലി ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യങ്ങൾ കൊണ്ട് തന്നെ, ഈ ഒരു മാറ്റങ്ങൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഫിനാൻസ് കൂടും. പൊതുവിൽ ഫിനാൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാമല്ലോ. ശരിക്കും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കസ്റ്റമർ സൈക്കോളജിനെ പറ്റി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്ത് ചെയ്യും, ഫിനാൻസിന് നല്ല രീതിയിൽ വരും. നമ്മൾ ചിലപ്പോൾ ഈവൻ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഹെഡിങ്ങിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ സെയിൽ കൂടും. നമ്മൾ അതിന് വേണ്ടിയിട്ടില്ല, സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ കഴിഞ്ഞാൽ പ്രൈസ് ഇനി കൂട്ടിയിടണോ കുറച്ചിടണോ അങ്ങനെ അല്ലാത്ത ഫിനാൻഷ്യലി മാത്രം ചിന്തിക്കണേക്കാട്ടി ചിലപ്പോൾ എഫക്റ്റ് ഉണ്ടാവുക ചിലപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള ടൈറ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും സാധനം ആഡ് ചെയ്തപ്പോൾ ആയിരിക്കും. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യം ഇതിലുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 തട്ടാണ് ശരിക്കും നമ്മുടെ ബ്രെയിനിലുള്ളത്. ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ തട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കരുതുന്നത് വെച്ചാൽ നമ്മളെ ബോധ മനസ്സാണ് കൂടുതൽ എന്നുള്ളത് അല്ലേ, എല്ലാവർക്കും ഒരു തോന്നലുണ്ടാവും. നമ്മൾ ഈ കോൺഷ്യസ് മൈൻഡാണ് നമുക്ക് കൂടുതലുള്ളതാണ് എല്ലാവരും കരുതുക. പക്ഷെ വെറും 10% മാത്രമേ കോൺഷ്യസ് മൈൻഡ് ഉള്ളൂ. ബാക്കിയുള്ള 90% ഈ സബ് കോൺഷ്യസും എന്താ പറയുക അൺകോൺഷ്യസും മൈൻഡാണ്. അതിലും തന്നെ 30% എന്തുള്ളൂ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. 60% അൺകോൺഷ്യസ് മൈൻഡാണ്. അതായത് നമ്മളെ ബ്രെയിനിൽ ഒരു പൊട്ട് മാത്രമാണ് എന്താ പറയുക നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പോലെ പറയാൻ കിട്ടുക. അതായത് നമ്മൾ എടുക്കുന്ന ആക്ഷൻസ് നമ്മൾ ചിന്തിച്ച് ചെയ്യുന്നത് വെറും 10% മാത്രമാണ്. 85 to 90% കാര്യങ്ങളും നടക്കുന്നത് ബ്രെയിൻ എന്ത് ചെയ്യാണ്, ഓട്ടോമാറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. അതായത് ഓട്ടോ പൈലറ്റ് മോഡിലാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കസ്റ്റമേഴ്സിന്റെ ബ്രെയിന് 90% ഓട്ടോ പൈലറ്റിലാണ്. അല്ല അതായത് മനസ്സിലായോ, ഒരാളുടെ ബ്രെയിന് വർക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു എന്താ പറയാ നമ്മളിപ്പോ നമ്മൾ നടക്കുന്ന കാര്യം നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതലും 10% ശരിക്കും നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി മൊത്തം അൺകോൺഷ്യസ് മൈൻഡ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് അല്ലേ? അതെ അതെ, അതാണ് യാഥാർത്ഥ്യം. അതായത് കോൺഷ്യസ് മൈൻഡിനോട് മാത്രമാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുക. ഇത്ര ഇവിടെ ഓഫർ ഉണ്ട് മറ്റേ ഉണ്ട് എന്നൊക്കെ നമ്മൾ അങ്ങനെ ആ അർത്ഥത്തിലാണല്ലോ ഡയറക്റ്റ് അവരോടാണ് സംസാരിക്കുക. പക്ഷെ ഫുൾ നിയന്ത്രിക്കണം അവരുടെ ബ്രെയിനാണ്. ശരിക്കും 90% ബ്രെയിൻ മാത്രമാണ്. കോൺഷ്യസ് മൈൻഡിലും ബ്രെയിൻ ഉണ്ട്, അങ്ങനെയെല്ലാം ഉദ്ദേശിച്ചത്. പക്ഷെ ബോധത്തോടെ എടുക്കുന്ന ഡിസിഷൻ വെറും 10% ഉള്ളൂ. അപ്പോൾ ബോധത്തോടെ അല്ലാതെ എടുക്കുന്ന കുറേ ഡിസിഷൻസ് ഉണ്ട്. ഒന്നും വേണ്ട, നമ്മളിപ്പോൾ നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഐഫോൺ വാങ്ങിയതോ അല്ലെങ്കിൽ ജസ്റ്റ് രാവിലെ ഒരു ചായ കുടിച്ചതോ അല്ലെങ്കിൽ തലേന്ന് ഒരു ഐസ്ക്രീം തിന്നതോ ഒക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം പെട്ടെന്ന് കിട്ടൂല. എന്തിനപ്പോൾ ഞാൻ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉത്തരം നമുക്ക് പറയണ്ടാവില്ല. പക്ഷെ ബ്രെയിനിന് കൃത്യമായിട്ട് ഉത്തരം പറയണ്ടാവും. ബ്രെയിനിന് അത് പറയാൻ വായല്ലാത്തതുകൊണ്ടാണ്. ബ്രെയിനിന് കൃത്യമായിട്ട് ഉത്തരം പറയണ്ടാവും. പക്ഷെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടപ്പോൾ എടുക്കണം തോന്നി, എനിക്ക് തോന്നിയപ്പോൾ വാങ്ങി, ഇങ്ങനെയൊക്കെ പറയുള്ളൂ അല്ലേ. അല്ലാതെ കൃത്യമായിട്ട് ഞാൻ ഇത്ര മുടക്കി കഴിഞ്ഞാൽ ഇന്നത് കിട്ടും എന്നൊന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ കഴിയൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം നമ്മൾ ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനായിട്ട് സംസാരിക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിനെ ബ്രെയിനായിട്ട് സംസാരിക്കുന്നുള്ളതാണ്. അപ്പം ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ബ്രെയിനിനെ ഹൈജാക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ബ്രാൻഡ്സുകൾ എന്ന് പറയാം. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പോൾ ആപ്പിളൊക്കെ നോക്കുക, 17 ഇറങ്ങിയപ്പോഴത്തിന് വരി നിൽക്കുന്ന ആൾക്കാർ. അതെന്തുകൊണ്ടാണ്? ആപ്പിൾ എന്നുള്ള ബ്രാൻഡ് ആ കസ്റ്റമേഴ്സിന് ബ്രെയിനിനെ ഹൈജാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണുള്ളത്. അപ്പോൾ ഇത് ആർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. ശരിക്കും ബ്രാൻഡ്സിന് മാത്രം പറ്റണമല്ല. കൃത്യമായിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ബിസിനസ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ ഇതും കൂടെ നോക്കിയിട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളതിനെക്കാട്ടും കൂടുതൽ റിസൾട്ട് ഇതിന് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ബ്രെയിനിനെ ഹൈജാക്ക് ചെയ്യുക. ഇപ്പോൾ കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുത്തിട്ട് അല്ലെ, ചെവി കൂടെ ആയിരിക്കും കേൾക്കുന്നത്. ബോധത്തോടുള്ള കാര്യം ചെവി കൂടെ കേട്ട് അങ്ങനെ ബാക്കിയുള്ള ചെവി കൂടെ തന്നെയാണ് കേൾക്കുന്നത്. പക്ഷെ അത് അവരെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, സബ് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിനെ കാണിക്കുക. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറയും, ഇപ്പോൾ നോർമലി പറയുന്നതാണ് ഒരു ഹോട്ടലിൽ അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റിനെക്കാട്ടും ആവശ്യം എക്സ്പീരിയൻസ് ആണെന്ന് പറയും. ഈ എക്സ്പീരിയൻസ് നന്നാക്കുന്നത് ശരിക്കും എന്തിനാണ്, ഈ ബ്രെയിനിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനാണ്. ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ കോൺഷ്യസ് ആയിട്ട് എടുക്കുന്നതാണെങ്കിൽ അവിടെ എത്ര നേരം സ്പെൻഡ് ചെയ്തു. ചില ഹോട്ടലിൽ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇറങ്ങി പോയിട്ടുണ്ടാവും. ചില സ്ഥലത്ത് കോഫി ഷോപ്പിലോ ഒക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി പോരുള്ളൂ. അതെന്തുകൊണ്ടാണ്? അത്രയും ആ ബ്രെയിനിനെ ഹൈജാക്ക് ചെയ്ത് വെച്ചതുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എനിക്ക് കറക്റ്റ് യോജിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഞാൻ മിക്കവാറും ഹോട്ടലിൽ പോകുമ്പോൾ ചില ഹോട്ടലുണ്ട്, ഇപ്പോൾ ചെറിയ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ വേഗം ഫുഡ് കഴിച്ച്, ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് 10 മിനിറ്റ് 5 മിനിറ്റും കൊണ്ട് 6-7 മിനിറ്റും കൊണ്ട് തന്നെ ഫുഡ് കഴിച്ച് വേഗം ഇറങ്ങിപ്പോരും. പക്ഷെ അതേ സമയത്ത് ഒരു കോഫി ഷോപ്പ്, അതായത് നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു കോഫി ഷോപ്പ് പോകുമ്പോൾ ഫുഡിനെക്കാട്ടും ഫുഡ് മറ്റേതാണ് കുറച്ച് മെച്ചമെങ്കിലും നമ്മളിവിടെ എന്താ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യും, കുറേ നേരം ടൈം എടുത്തിട്ടാണ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ആലോചനയിലേക്ക് പോകും. അപ്പോൾ ആ ഒരു ആംബിയൻസിന് അതിലൊരു ഇമ്പാക്ട് അവിടെ ഉണ്ട് അല്ലേ, നമ്മൾ അത്ര നേരം അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതെ അതെ അതെ,
അവിടെ കൃത്യമായിട്ട് ആ ബ്രെയിനിനും ആ ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് എന്ത് ചെയ്തിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവരെ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ടാണ് നമ്മളവിടെ നിൽക്കുന്നത്. അല്ലാതെ എത്ര നേരമായി പോകേണ്ട വെക്കുമ്പോൾ അപ്പം നമ്മൾ എന്ത് ചെയ്യും, കോൺഷ്യസ് മൈൻഡ് നമുക്ക് പോകണം, നമുക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് പറഞ്ഞിട്ട് അപ്പം ഇറങ്ങും. അപ്പം മാത്രമാണ് ആ 10% വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ള സമയത്തൊക്കെ ആ കസ്റ്റമറിന്റെ ബ്രെയിൻ അവിടെ ഇങ്ങനെ പിടിച്ചിരുത്തിക്കണം, പോണ്ട എന്നുള്ളത് ഒരു സാധനം പിടിച്ചിരുത്തുന്ന ഒരു സംഭവം ഇതിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഇതൊക്കെ ഇതിൽ ചിന്തിക്കേണ്ട വേറൊരു ആംഗിൾ കേട്ടോ. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിയാണ്, ഇനി കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലോജിക്കലി മനസ്സിലാവും. അപ്പോൾ സ്മോക്കിങ്ങിൻ്റെ ശരിയാണ്, കാരണം ഇത് കണ്ടിട്ടാണല്ലോ സ്മോക്ക് ചെയ്യണത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കൊരു ലോജിക്ക് കണ്ടെത്താൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്കാണ് അൺകോൺഷ്യസ് മൈൻഡിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ. കാരണം അൺകോൺഷ്യസ് മൈൻഡിലൊക്കെ ഓരോ സാധനങ്ങൾ ശരിക്കും 10 ലക്ഷം വർഷം കൊണ്ട് ഉണ്ടായി വന്ന സാധനങ്ങളാണെന്നാണ് പറഞ്ഞത്. അതായത് നമ്മളുടെ ബ്രെയിൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനൊക്കെ നിയന്ത്രിക്കുന്നത് ജീൻസുകളാണ്. നമുക്ക് അറിയുണ്ടാവും നമ്മളുടെ ബ്രെയിനിന്റെ റിസപ്റ്റേഴ്സ് ആണ് ശരിക്കും നമ്മളെ ജീനുകളുടെ എന്താ പറയുക, മനുഷ്യന് മുന്നേ ഇവല്യൂഷനൊക്കെ പറഞ്ഞു പോകണമെങ്കിൽ അതിന്റെ മുന്നേ ഇങ്ങനെ കൈമാറി വന്ന സാധനങ്ങളാണ് ജീന്, DNA ഒക്കെ. അപ്പോൾ ഇതുണ്ടാക്കുന്ന കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പഠനം ഇതേപോലെ FMRI ടെസ്റ്റ് പോലത്തെ ഒരു പഠനം നടന്ന സമയത്ത് ഒരു സ്പോർട്സ് കാർ കാണാം. ഇപ്പം ഇത് കാണുന്ന ആൾക്കാർ ആണുങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. ഈ ആണുങ്ങളായിട്ടുള്ള ആൾക്കാർ എസ്പെഷ്യലി സ്പോർട്സ് കാർ കാണുന്ന സമയത്ത് ഏത് ബ്രെയിനിന്റെ പാർട്ടായിരിക്കും ആക്റ്റീവ് ആവുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. സ്പോർട്സ് കാർ കാണുമ്പോൾ നമുക്ക് ആ ഒരു റേസിംഗ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, കാര്യങ്ങള്, അതേപോലെ തന്നെ എന്താ പറയാ അതിന്റെ ഒരു ഭംഗി, അത്ര അങ്ങനത്തെ ഒരു സന്തോഷം, അങ്ങനത്തെ സന്തോഷം തന്നെ, നമ്മളൊരു അഡ്വഞ്ചറസ് സന്തോഷം, അല്ലെങ്കിൽ വേറെ ഒരു നോർമലി നമ്മൾ ചിന്തിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആൺമയിൽ പെൺമയിലിനെ കാണുന്ന സമയത്ത് ആൺമയിലിനായിരിക്കുമല്ലോ പീലി വിടർത്തുക. അപ്പൊ പീലി ഇങ്ങനെ വിടർത്തി നിൽക്കുമ്പോൾ ഒരു പ്ലഷർ കിട്ടും. കാരണം പെൺമയിലിനെ അത്രയും അട്രാക്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ആൺമയിൽ ചെയ്യുന്നത്. അപ്പൊ നല്ല പീലുള്ള ഒരു ആൺമയിലാണെന്ന് വിചാരിക്കുക. ആ ആൺമയിൽ പീലി വിടർത്താൻ നിൽക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ ആ മയിലിന്റെ ബ്രെയിനിൽ ആക്റ്റീവ് ആവുന്ന ഒരു പാർട്ടുകളാണ്. അതിനാണ് നമ്മൾ മെയ്റ്റിംഗ് പാർട്ടുകൾ എന്ന് പറയുക. അതായത് ബ്രെയിനിൽ മെയ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടുകൾ, അതായത് മറ്റേ ന്യൂക്ലിയർ അക്യുമുലസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, അമിഗ്ഡല ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്. ഈ ഭാഗങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അട്രാക്ഷൻ ഉള്ള ആളാണ് എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് ആവുന്ന ഒരു പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, മെയ്റ്റിംഗ് പാർട്സ് എന്ന് പറയാം. ഈ സ്പോർട്സ് കാർ കാണുന്ന ഒരു ആൺകുട്ടി, ഒരു മെയിലായിട്ടുള്ള ഒരാൾക്ക് കൃത്യമായിട്ട് അത് കാണുമ്പോൾ തന്നെ ഈ പാർട്ടാണ് ശരിക്കും ആക്റ്റീവ് ആണത്. ലോജിക്കലി നമുക്ക് അത്ര കണക്ഷൻ. നമ്മളെന്താ കരുതുന്നത് ഇത് ആണുങ്ങൾ മാത്രം, പെണ്ണ് എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോർട്സ് കാറിലൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കൂല. ലോജിക്കലി ആലോചിക്കുന്ന സമയത്ത് സ്പോർട്സ് കാർ അതിങ്ങനെ മാനുവലായിട്ട് ഇങ്ങനെ സ്പീഡിൽ ഓടിച്ചു പോകാന്നൊക്കെ ഒരു സാധനത്തിൽ ശരിക്കും റൂട്ടഡായിട്ട് കിടക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അട്രാക്റ്റഡ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മേറ്റിംഗ് പാർട്ടുകളാണ് ശരിക്കും നമ്മുടെ ബ്രെയിനിൽ വരുന്നത്. എന്താ പറയുക, ഒരു അട്രാക്ഷൻ, എന്താ പറയുക, ഒരു സെക്ഷൽ ക്യൂ എന്ന് പറയും. നമ്മുടെ ബ്രെയിനിൽ ഒരു ക്യൂ ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോൾ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് മൂടാമെന്ന് പറഞ്ഞ പോലെ അതേ സാധനം ശരിക്കും സ്പോർട്സ് കാർ കാണുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അത് പഠിച്ചു വരുന്ന സമയത്ത് നമ്മൾ സ്പോർട്സ് കാർ എല്ലാവർക്കും അഫോർഡബിൾ അല്ല. അതായത് ഇവല്യൂഷണറി നോക്കുകയാണെങ്കിൽ പണ്ട് മുതൽ തന്നെ എന്തുണ്ട്, ആൾക്കാർ ബാക്കിയുള്ള എന്താ പറയുക ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരായിട്ട് അട്രാക്റ്റഡ് ആവാൻ പണ്ട് മുതലേ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഉള്ളൊരു കാര്യം എന്താ, ബാക്കിയുള്ളവരിലും ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ നിൽക്കണം, എന്നാലാണ് ഞാൻ കൂടുതൽ അട്രാക്റ്റീവ് ആവുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പോൾ സ്പോർട്സ് കാറിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അവിടെ കുറേ കാര്യങ്ങളുണ്ട്. പവർ എന്നുള്ളൊരു സാധനമുണ്ട്, എല്ലാവർക്കും അത് അഫോർഡബിൾ ആയിരിക്കില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഐഫോണിന്റെ കേസൊക്കെ ഡിസ്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ എലമെന്റ് അവിടെ ഉണ്ട്. ഐഫോൺ എടുക്കുമ്പോൾ ആ ഒരു സാധനം ഞാൻ ബാക്കിയുള്ളതിൽ നിന്നും കുറച്ച് വ്യത്യസ്തനായി എന്നുള്ളൊരു സംഭവം അവിടെ വരുന്നുണ്ട്. ഒരു ഡിസൈറബിലിറ്റി ഉണ്ട്, അത്രയും കൊതിപ്പിക്കുന്ന ഒരു സാധനം, അട്രാക്ഷൻ. ഇങ്ങനത്തെ ഈ ഇമോഷന് ഏറ്റവും ശരിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് സ്ട്രോങ് കണക്ഷൻസ് പലപ്പോഴും നമ്മുടെ ബ്രെയിനിലുണ്ടാവും. അപ്പോൾ സ്പോർട്സ് കാർ വെക്കുന്ന ആള് എന്താ പറയുക, അതുകൊണ്ടാണ് സ്പോർട്സ് കാറിന്റെ പരസ്യത്തിലൊക്കെ ഒരു മോഡൽസിനൊക്കെ വെക്കുന്നതിൻ്റെ ഒരു ലോജിക്ക് നമുക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ കിട്ടും. അതിന് ഒന്നും കൂടെ എഫക്റ്റീവ് ആയിട്ട് ആ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആകത്തുക പറയുകയാണെങ്കിൽ നമ്മളൊരു ബിസിനസ്സിൽ എന്ത് പാർട്ട് ഡിസൈൻ ചെയ്യണമെങ്കിലും കസ്റ്റമർ സൈക്കോളജി ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. കാരണം നമ്മൾ സംസാരിക്കുന്ന കസ്റ്റമേഴ്സ് കേൾക്കുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ബോധമനസ്സോടെ എടുക്കുന്നത് വെറും 10% മാത്രമേ ഉള്ളൂ. ബാക്കി ഏകദേശം 85 to 90% അവർ ബ്രെയിന് മാത്രമാണ് കൺട്രോൾ ചെയ്യണത്. ദാറ്റ്സ് വൈ കസ്റ്റമർ സൈക്കോളജി, ദാറ്റ്സ് വൈ അത് പഠിക്കണം എന്നുള്ളത്. ഇത് ഏത് ബ്രാൻഡുകളും, ഇപ്പോൾ ഞാൻ 1-2 ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കിൻഡർ ജോയ് ഒക്കെ ഉണ്ടല്ലോ, കിൻഡർ ജോയ് ഒക്കെ കൃത്യമായിട്ട് കസ്റ്റമർ സൈക്കോളജി ബേസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം കിൻഡർ ജോയിൻ്റെ കസ്റ്റമേഴ്സിനെ എടുത്ത് നോക്കി ആരാണ്, കുട്ടികൾ.
കസ്റ്റമേഴ്സ് കുട്ടികളല്ല, കൺസ്യൂമേഴ്സ് ആണ് കുട്ടികൾ, കസ്റ്റമേഴ്സ് ആണ് അവരുടെ പാരൻസ്. അപ്പൊ അവിടെ എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് കുട്ടികളുടെ ബ്രെയിനായിട്ടാണ്. ശരിക്കും ആലോചിച്ചാൽ മതി. അവർ ക്യൂരിയോസിറ്റി കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഈസ്റ്റർ എഗ് ഫീൽ, അതിനുള്ളിൽ എന്താണ് ഉള്ളിലുള്ള പ്രൊഡക്റ്റ് എന്ന് അറിയണില്ല. അപ്പൊ അത് അവിടെ കുട്ടികളുടെ എന്താ പറയാ ബ്രെയിനിൽ അത്രയും വർക്ക് ചെയ്തിട്ട് കുട്ടീനെ കൊണ്ട് പാരൻസിന് മുമ്പിൽ അത് ചോദിപ്പിച്ച് വാങ്ങിപ്പിച്ച് വീണ്ടും വാങ്ങിപ്പിച്ച് റിട്ടൻഷൻ കസ്റ്റമർ ബിസിനസ്സിൽ പറഞ്ഞ കുറേ ടേംസുകൾ ഉണ്ടല്ലോ, ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്ത് കുട്ടികളുടെ ബ്രെയിനിനെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. ഈ കുട്ടികളുടെ സീരിയൽസ് ഒക്കെ ഉണ്ടാവില്ല, ഫുഡ് പ്രൊഡക്റ്റുകളൊക്കെ, ഇപ്പം ഇതിലൊക്കെ അധികം മാസ്കോട്ടുകൾ ഉണ്ടാവും, എന്തെങ്കിലും ഒരു കാർട്ടൂൺ ക്യാരക്ടറൊക്കെ ഉണ്ടാവും. ഇതൊക്കെ താഴോട്ട് നോക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. കാരണം ഈ ചെറിയ കുട്ടികൾ സൂപ്പർ മാർക്കറ്റിൽ പാരൻസ് എന്തെങ്കിലും സാധനം വാങ്ങാൻ പോയി കാരണം താഴെ കൂടെ നടക്കുന്ന സമയത്ത് ഇവർ നോക്കുന്ന സമയത്ത് ഇവരെ കണ്ണിലേക്ക് നോക്കുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക ഈ കാർട്ടൂൺ, ഈ പാക്കേജിലുള്ള കാർട്ടൂൺ അത് കറക്റ്റ് അവരുടെ ഹൈറ്റിനാവും വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അവരെങ്ങനെ നോക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ബ്രാൻഡുകൾ എന്താണ് ചെയ്യുന്നത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഇതെല്ലാം കൂടെ നമ്മളെ ബിസിനസ്സിൽ കൊണ്ടുവന്നുള്ളതല്ല, നമ്മളെ ബിസിനസ്സിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ടിനെ നല്ല രീതിയിൽ കൂട്ടുന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാ ബിസിനസ്സിലും ആഗ്രഹിക്കുന്നത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആവണം എന്നുള്ളതാണ്, ഒപ്റ്റിമൈസ്ഡ് ആവണം എന്നുള്ളതാണ്. ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ വൺ ഓഫ് ദ ടോപ്പ് അൺറൈറ്റഡ് മേഖലയാണ് ശരിക്കും കസ്റ്റമർ സൈക്കോളജി. ന്യൂറോ സയൻസും മാർക്കറ്റിംഗും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു മേഖലയാണ്. ന്യൂറോ മാർക്കറ്റിംഗ് എന്നുള്ള പേരിലൊക്കെ ഇത് പറയാറുണ്ട്. ഇത് നമ്മൾ സാധാ വെബ്സൈറ്റിൽ നമ്മൾ എന്താ പറയുക ഒരു ക്യാപ്ഷൻ, ഇപ്പോൾ നമ്മൾ നോർമലി ഇ കൊമേഴ്സ് വെബ്സൈറ്റിലൊക്കെ ഉണ്ടാവുമല്ലോ ഇത്ര എണ്ണം ലെഫ്റ്റ് എന്ന് പറഞ്ഞ സമയത്ത് അത് തീരാൻ പോവാണ് എന്നുള്ളൊരു സാധനം. നമ്മൾ ചിന്തിക്കണം എന്താ ഇത് തീരാൻ പോവാണെന്നുള്ളത് ആലോചിച്ച് ഇനിയിപ്പോൾ എടുത്തില്ലെങ്കിൽ ഇത് തീർന്നു പോവോ എന്നൊക്കെ ആലോചിച്ച് എടുക്കാന്നൊക്കെ നമ്മൾ കരുതണത്. അതവിടെ നടക്കുന്നുണ്ട്, കോൺഷ്യസ്ലി നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അൺകോൺഷ്യസ് ആയിട്ടുള്ള സബ് കോൺഷ്യസ് ആയിട്ടുള്ള ബ്രെയിനെ പോലെ പുഷ് ചെയ്യുന്നുണ്ട്. തീരാൻ പോകുന്ന ഒരു സാധനം മിസ്സാക്കരുത് എന്നുള്ളത് ഇവല്യൂഷണറി കൈമാറി വന്നൊരു സാധനമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ടേം ഇവിടെ കണ്ടാൽ തന്നെ ഫുള്ള് വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോത്തിന് ഇത് എന്ത് ചെയ്യും, ഇത് വേഗം എടുക്കണം എന്നുള്ളത് ഈ ബ്രെയിൻ പറഞ്ഞു. അത് എനിക്ക് കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമുണ്ട്. നമ്മളിപ്പോ ഈ അടുത്ത് കഴിഞ്ഞ സംഭവമാണ് ബിഗ് ബില്യൺ ഡേയ്സ്. ആ ബിഗ് ബില്യൺ ഡേയ്സിൽ ശരിക്കും പറഞ്ഞാൽ പ്രൈസ് ഭയങ്കര കുറച്ച് കാണിച്ചെങ്കിലും നമ്മളത് സെയിൽ ഡേ ദിവസം വന്നപ്പോൾ അത് ഭയങ്കര ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ അത് ഓഫർ മിസ്സാക്കണതിന് മുമ്പ് കിട്ടണം എന്നുള്ള ടെൻഡൻസി കൊണ്ട് പ്രൈസ് ഇപ്പൊ കാണിച്ചത് 69-70 രൂപയാണെങ്കിലും അവർ ചിലർ വാങ്ങിയിട്ടുള്ള 95 രൂപ 89 രൂപ. ഞാൻ കുറെ പേരെ റെഡിറ്റ് അതേപോലെ തന്നെ കുറെ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് ഞാൻ. അപ്പൊ അവർ അങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് അവർ പറഞ്ഞ പ്രൈസിനെക്കാട്ടി ഡബിൾ ആണ്. എന്നിട്ടും അവർ പർച്ചേസ് ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ടാണ്. ലിമിറ്റഡ് സ്റ്റോക്സ് ഉള്ളൂ, സാധനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി, പിന്നെ ആ പ്രൈസിൽ അങ്ങനെ ഒരു ഫോൺ കിട്ടില്ല. ആ ഒരു സാധനം അവിടെ കറക്റ്റ് വർക്ക് ആയത് എനിക്ക് കറക്റ്റ് ആവുന്നുണ്ട്. അതെ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഇത്തരം കുറെ സാധനങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് കഴിഞ്ഞാൽ താഴത്ത് കാണിക്കും ഈ പ്രൊഡക്റ്റ് വാങ്ങിയ ആൾക്കാർ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് പറയാം ആ ഒരു സാധനം. ഇപ്പൊ ഇപ്പോൾ അവിടെ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഇത് എല്ലാവരും കേട്ടിട്ടുള്ളൊരു സാധനമായിരിക്കും ഫോമോ എന്ന് പറയും. ഇത് മിസ്സാക്കണ്ട എന്നുള്ളൊരു സാധനം. അപ്പം അതേപോലെ സോഷ്യൽ ആയിട്ടുള്ള സാധനം. അതായത് ഇപ്പം ഞാനൊരു ഒരു പ്രൊഡക്റ്റ് വാങ്ങി, ഒരു എ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് വാങ്ങി. അപ്പം ഞാൻ എന്തിനാണ് വാങ്ങണത്, ഇത് വാങ്ങാത്ത ആളുകളിൽ നിന്നും ഡിഫറെൻ്റ് ആവാനാണ്. ഞാൻ ചിന്തിക്കണതല്ല പറഞ്ഞത്, എൻ്റെ ബ്രെയിന് എന്നെ പറയണതാണ്. അപ്പോൾ ഈ എ വാങ്ങിയതിന് ശേഷം ആ ചിന്തയോടെ എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങി. അപ്പോൾ വാങ്ങിയ എൻ്റെ ബയ്യർ പറയണ, അല്ലെങ്കിൽ സെല്ലർ പറയണേ ഈ എ വാങ്ങിയ ആൾക്കാർ ബിയും സിയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് കണക്റ്റ് ആവും. ഞാൻ അപ്പോൾ അത് വാങ്ങിയത് ഡിഫറെൻ്റ് ആവാനല്ല, പിന്നെക്കാട്ടി ഡിഫറെൻ്റ് ആയ ഒരാളോ എന്നുള്ളൊരു സാധനം വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബിയും സിയും ഞാനും വാങ്ങും. ഇങ്ങനെ ഒരു പറഞ്ഞൊരു സാധനമുണ്ട്. ഇതൊക്കെ നമ്മൾ ലോജിക്കലി ആലോചിക്കുമ്പോൾ അതിനെ പറ്റിക്കാനെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില അതിബുദ്ധിമാന്മാർ കോൺഷ്യസ് ബ്രെയിനെ അത്രയും അൺകോൺഷ്യസ് ബ്രെയിനെ പറ്റി മനസ്സിലാക്കിയ ആൾക്കാർ എന്ത് ചെയ്യും, നമ്മളിതിൽ തന്നെ അറിയാം ഇത് പിന്നെ പറ്റിച്ചാൽ കൊടുത്താണെന്നൊക്കെ പറയും. പക്ഷെ ബഹുഭൂരിപക്ഷം ആൾക്കാരും എന്താ പറയുക, ഈ പറഞ്ഞ പോലെ അവരെ അൺകോൺഷ്യസ് മൈൻഡ് അവിടെ തീരുമാനം എടുക്കും. അൺകോൺഷ്യസ്ലി ഓട്ടോപൈലറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അളവ് കൂടുതലായിരിക്കും. ചില ആൾക്കാർ ഈ പറഞ്ഞ പോലത്തെ സാധനങ്ങൾ നല്ലോണം വീഴും, ചില ആൾക്കാർ വീഴില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഓരോ കോൺഷ്യസ് ബ്രെയിൻ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും ഒരു ഡീഫാൾട്ട് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് ബ്രെയിൻ കുറവായിരിക്കും. ബാക്കി വലിയൊരു ശതമാനം അൺകോൺഷ്യസ് ആയിട്ടുള്ള സബ് കോൺഷ്യസ് ആയിട്ടുള്ള മേഖലയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വഴി എന്നുള്ളത് ഈ ഒരു സെഷനിലൂടെ മനസ്സിലായെന്ന് വിചാരിക്കണം. ശരിക്കും നീ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇപ്പോൾ എല്ലാവരും ചോദിക്കും, ഇപ്പോൾ നേരത്തെ ചോദിച്ചു ഇത് എങ്ങനെ ചോദിക്കാം എന്നുള്ളത്. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ഇതുള്ളൂ. ഇനി എങ്ങനെ ചോദിക്കാം, എങ്ങനെ കണ്ടെത്താം, അതിന് എന്തെങ്കിലും ഫ്രെയിം വർക്ക് ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചായിരിക്കും ഇനി നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടാവും.
അതെ. അപ്പോൾ നമുക്ക് എന്താണ് കസ്റ്റമർ സൈക്കോളജി എന്നും എന്തുകൊണ്ട് കസ്റ്റമർ സൈക്കോളജി എന്നുള്ള കാര്യം നമുക്ക് നല്ല രീതിയിൽ ഒരു എന്താ പറയുക കറക്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് കവർ ചെയ്ത് തന്നു. ഇതിന് ബാക്കിയുള്ള സംഭവങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കാര്യങ്ങൾക്കും ബിസിനസ്സിനോട് താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ കസ്റ്റമറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ 2 പേരെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് താഴെ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസിനായിട്ട് അവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് അധികം വൈകാതെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.